കോഴിക്കോട് താമരശ്ശേരിയിൽ ലഹരിമരുന്നടങ്ങിയ കവറുകൾ വിഴുങ്ങി മരിച്ച ഷാനിദിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. അമിതമായ അളവിൽ ലഹരി രക്തത്തിൽ കലർന്നതാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക കണ്ടെത്തൽ. കേസ് അന്വേഷണത്തിന് പേരാമ്പ്ര ഡിവൈഎസ്പി ചുമതലപ്പെടുത്തി. വയറ്റിലുണ്ടായിരുന്ന സിപ്പ് കവറുകളിലൊന്ന് പൊട്ടി ലഹരി പദാർത്ഥം രക്തത്തിൽ കലർന്നിരുന്നു. വയറ്റിലുണ്ടായിരുന്നത് MDMA ആണോ എന്ന് ഫോറൻസിക് പരിശോധനയിൽ മാത്രമേ വ്യക്തമാകൂ. ഒരു പാക്കറ്റ് കഞ്ചാവും പോസ്റ്റ്മോർട്ടത്തിൽ വയറ്റിൽ നിന്നും കണ്ടെടുത്തിരുന്നു. സജീവ് സി വാര്യർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. സജീവ്, ഇതേറെ ദാരുണമായിട്ടുള്ളൊരു സംഭവമായിരുന്നു ഈ ഷാനിദിൻ്റെ മരണം. കാരണം ഈ ലഹരി കേസുകളും ലഹരിക്ക് അടിമകളായ യുവാക്കൾ അക്രമ സംഭവങ്ങളിലേക്ക് വഴിമാറുന്നതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ നമ്മൾ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ അതിനിടെയാണ് ലഹരി മരുന്ന് വിഴുങ്ങി അത് പൊട്ടി വയറിനുള്ളിൽ വെച്ച് അത് പൊട്ടി പിന്നീട് ഷാനിദ് എന്ന യുവാവ് മരണത്തിന് കീഴടങ്ങിയെന്നൊരു വാർത്ത പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിവരങ്ങളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്? ടോം, കാലക്രമേണ ലഹരി ഉപയോഗിച്ച് ആളുകൾ ഇഞ്ചിഞ്ചായി മരിക്കുന്ന ഒരു കാലഘട്ടം ആണ് ഇത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനിടയിലാണ് പെട്ടെന്ന് ഒരു ദിവസം, ഒറ്റ ദിവസം കൊണ്ട് ഒരാൾ മരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അത് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായി വരികയും ചെയ്തു. കാരണം പോലീസിനെ വെട്ടിച്ച് കടന്നുകളയാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഷാനിദ് എന്ന ചെറുപ്പക്കാരൻ, 28 വയസ്സേ പ്രായമുള്ളൂ, അയാൾ ഈ മയക്കുമരുന്ന് അടങ്ങിയ കവറുകൾ വിഴുങ്ങിയത്. സിപ്പ് കവറുകൾ, അതായത് മുകളിൽ അമർത്തി ഒട്ടിക്കാവുന്ന തരം കവറുകളിലാണ് ലഹരി മരുന്ന് ഇയാൾ സൂക്ഷിച്ചിരുന്നത്. അത് അയാളുടെ കൈവശമുണ്ടായിരുന്നു. ഈ കവറുകളാണ് ഇയാൾ വിഴുങ്ങിക്കളഞ്ഞത്. ഇത് മനസ്സിലാക്കിയ പോലീസാണ് പിന്നീട് അയാളെ ആശുപത്രിയിൽ പിടികൂടുകയും ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യുന്നത്. ഈ ചുരത്തിൽ നിന്ന് പരിശോധന കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയാണ് താമരശ്ശേരി പോലീസിലെ സംഘം ഇയാളെ പിടികൂടുന്നത്. SI അടക്കമുള്ള ആളുകളാണ്, ഉദ്യോഗസ്ഥരാണ് ഇയാളെ പിടികൂടിയത്. അതിനുശേഷം ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാൾ പാക്കറ്റുകൾ വിഴുങ്ങി എന്നറിഞ്ഞ് കഞ്ചാവാണ് വിഴുങ്ങിയത് എന്നാണ് അയാൾ ആദ്യം പറഞ്ഞത്. പിന്നീട് അതുകൊണ്ട് അത് പരിശോധന നടത്തി. ആദ്യ പരിശോധനയിൽ തന്നെ ഇത് താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഡോക്ടർമാർ പറഞ്ഞത് മെഡിക്കൽ കോളേജിലേക്ക് അടിയന്തരമായി കൊണ്ടുപോകണം, ഇയാളുടെ സാഹചര്യം എന്താണെന്ന് വ്യക്തമല്ല, ലഹരി മരുന്ന് വിഴുങ്ങിയാൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്, അതുകൊണ്ട് അടിയന്തരമായി മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും ആ കവറുകൾ പുറത്തെടുക്കുകയും വേണം എന്ന താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർ നിർദ്ദേശിച്ചു. അതുപ്രകാരമാണ് പോലീസ് ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇയാളെ കൊണ്ടുവരികയും അവിടെ പരിശോധന നടത്തുകയും ചെയ്തത്. എൻഡോസ്കോപ്പി അടക്കമുള്ള പരിശോധനകൾ നടത്തിയപ്പോൾ കവറുകൾ വയറിനകത്ത് കിടക്കുന്നതായി തെളിഞ്ഞു, മനസ്സിലായി. അത് വെളുത്ത തരികൾ അടങ്ങുന്ന കവറുകളാണ് കണ്ടത്. അതിനെ തുടർന്ന് വീണ്ടും സ്കാനിംഗ് നടത്തിയപ്പോൾ ഈ കഞ്ചാവും ഉള്ളതായിട്ട് ബോധ്യപ്പെട്ടു. പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം നടത്തി അതിനിടയിലാണ് ഇയാളുടെ മരണം സംഭവിക്കുന്നത്. ഓപ്പറേറ്റ് ചെയ്ത് വയറിൽ നിന്ന് ഈ കവറുകൾ പുറത്തെടുക്കാം എന്നാണ് ആലോചിച്ചിരുന്നത്. അതിനുവേണ്ടി ഇയാളുടെ സമ്മതപത്രം ഒപ്പിട്ട് വാങ്ങാൻ ശ്രമിച്ചു. പക്ഷേ ഇയാൾ സമ്മതപത്രം നൽകാൻ തയ്യാറായില്ല. തുടർന്ന് ബന്ധുക്കളെ വിവരം അറിയിച്ചു. നിയമവിദഗ്ധരുമായും പോലീസ് സംസാരിച്ചു. അതുപ്രകാരം ബന്ധുക്കളെയും നിയമവിദഗ്ധരെയും വരുത്തി എന്ത് നടപടി സ്വീകരിക്കണം എന്ന കാര്യം തീരുമാനിക്കുകയും ഓപ്പറേറ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് പോവുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇയാളുടെ മരണം സംഭവിക്കുന്നത്. രാവിലെ കഴിഞ്ഞ ദിവസം രാവിലെ 11:15 കൂടിയാണ് ഇയാൾ മരിച്ചതായി തീർച്ചയായും. സജീവ്, എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട്. കൂടുതൽ പരിശോധന, രാസപരിശോധനാ ഫലം പുറത്തു വന്നാൽ മാത്രമേ അത് MDMA ആണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷെ ഇവിടെ പോലീസ് കണ്ടെത്തേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. എങ്ങനെയാണ് ഈ ഷാനിദിന്റെ കൈവശം ഈ MDMAയും കഞ്ചാവാണെങ്കിൽ കഞ്ചാവ് ഉൾപ്പെടുന്ന 3 പൊതികൾ എങ്ങനെയാണ് കിട്ടിയത്? ഇയാൾ ലഹരി മാഫിയയുടെ വലിയൊരു പ്രധാനിയാണ് എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. ഇയാളുടെ ഒരു പ്രവർത്തന മേഖലകൾ ഏതൊക്കെയായിരുന്നു? പ്രത്യേകിച്ചും ഈ താമരശ്ശേരി മേഖലകൾ കേന്ദ്രീകരിച്ച് ഈ സമീപകാലത്ത് ലഹരി ഇടപാടുകൾ വർദ്ധിക്കുന്നുണ്ട്. അവിടെ ലഹരി എത്തിക്കുന്ന ഒരു പ്രധാനിയായിരുന്നു ഷാനിദ്. ടോം, ഇയാൾ കഴിഞ്ഞ 4 വർഷം മുമ്പാണ് ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തിയത്. നേരത്തെ ടിപ്പർ ലോറി ഓടിക്കുന്ന ജോലിയാണ് ഇയാൾ ചെയ്തിരുന്നത്. അവിടെ ഗൾഫിൽ പോയിട്ടും ഡ്രൈവറായി ജോലി ചെയ്തു എന്നാണ് ലഭിക്കുന്ന വിവരം. അതിനുശേഷം ഇയാൾ മടങ്ങിയെത്തി. 4 വർഷം മുമ്പ് മടങ്ങിയെത്തിയ ശേഷം താമരശ്ശേരി ഭാഗത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത്. മൈക്കാവിലാണ് ഇയാളുടെ വീട്. എന്നാൽ ഉപ്പയുടെ അമ്മൂമ്മയുടെ വീട്ടിലാണ് ഇയാൾ താമസിച്ചു വന്നത്. അമ്പായത്തോട് അങ്ങനെ ആ ഭാഗത്ത് ആ പ്രദേശങ്ങളിൽ ഇയാളെ കണ്ടവരുണ്ട്. പക്ഷേ
ഇയാൾ ഒരിക്കലും ആളുകളുമായി കൂട്ടുകൂടുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്ന ശീലക്കാരനായിരുന്നില്ല എന്ന് ആളുകൾ പറയുന്നു. കഴിഞ്ഞ 2 വർഷമായി ഇയാൾ ലഹരി മരുന്ന് വ്യാപാരത്തിലും ലഹരി ഉപയോഗത്തിലുമെല്ലാം ഉൾപ്പെട്ട ആളാണ് എന്ന് നാട്ടുകാർ ആരോപിച്ചിരുന്നു. അത് തെളിയിക്കുന്നതാണ് 2 കേസുകൾ ഇയാൾക്കെതിരെ ഇക്കാലയളവിൽ വന്നിട്ടുണ്ട്. ഒന്ന് താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലും ഒന്ന് കോടഞ്ചേരി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുമാണ് ഇയാളുടെ കേസുകളുള്ളത്. അപ്പോൾ ഈ 2 കേസുകൾ പ്രതിയായിട്ടുള്ള ആളാണ് എന്ന് അറിഞ്ഞിട്ടല്ല പോലീസ് പക്ഷേ ഇയാളെ പിടികൂടിയത്. ഇയാളുടെ ഒരു സംശയാസ്പദമായ സാഹചര്യത്തിൽ ഇയാളെ കാണുകയും ഇയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തപ്പോഴാണ് പോലീസ് ഇയാളെ പിടികൂടാൻ പിന്നാലെ പോയി പിടികൂടുന്നത്. പിടികൂടി കഴിഞ്ഞപ്പോഴാണ് ഇക്കാര്യം മനസ്സിലായത്. കാരണം അയാളുടെ 130 ഗ്രാം MDMA ആണ് ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. കഞ്ചാവും ഉണ്ടായിരുന്നു, 75 ഗ്രാം കഞ്ചാവും ഉണ്ടായിരുന്നു. ഈ കഞ്ചാവും MDMA എല്ലാം ഇയാൾ വിഴുങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന തൊണ്ടി പിടിച്ചെടുത്താൽ മാത്രമല്ലേ കേസുണ്ടാകൂ എന്നുള്ളതായിരുന്നു ഇയാളുടെ പെട്ടെന്നുള്ള ഒരു ധാരണ. അതുകൊണ്ടായിരിക്കാം ഇയാൾ ഈ കഞ്ചാവും MDMA വിഴുങ്ങിയത്. ആ കവറ് പൊട്ടിയാണ് ഇയാളുടെ രക്തത്തിലേക്ക്, അതായത് ശരീരത്തിലേക്ക് കഞ്ചാവ് MDMA അംശം പ്രവേശിച്ചത്. ലഹരി കലർന്നാൽ രക്തത്തിൽ കലർന്നാൽ പെട്ടെന്ന് മരണം സംഭവിക്കുമെന്ന് തന്നെയാണ് ഡോക്ടർമാരും പറയുന്നത്. ഏതായാലും ഇയാൾ ഈ ഗ്രൂപ്പിലെ, അതായത് ഇത്തരത്തിലുള്ള ഒരു റാക്കറ്റിന്റെ കണ്ണിയായി പ്രവർത്തിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം അയാൾക്ക് സുലഭമായി ഇത് കിട്ടുകയും ഇയാൾ പലർക്കും വിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഷാനിദ് നിലവിലെ കേസിലെ ഈ ലഹരി കേസുമായി ബന്ധപ്പെട്ട് പിടികൂടിയപ്പോൾ പോലീസിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇയാളുടെ ഭാഗത്തു നിന്ന് ലഭ്യമായിരുന്നു. എന്തായാലും നിലവിൽ ഷാനിദ് ജീവനോടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ലഹരി കേസിലെ കണ്ണികളിലേക്ക് പോലീസിന് എത്താൻ കഴിയുമോ സജീവൻ? സത്യത്തിൽ ഇയാളെ പിടികൂടിയപ്പോൾ തന്നെ ഇയാൾ ഇതെല്ലാം നിഷേധിക്കുകയാണ് ചെയ്തത്. പിന്നീട് തുടർച്ചയായ ചോദ്യം ചെയ്യലാണ് ഇയാളുടെ കയ്യിൽ ലഹരി ഉണ്ടായിരുന്നെന്നും അത് കഞ്ചാവ് ആണ് എന്നാണ് ഇയാൾ ആദ്യം പറഞ്ഞത്. കഞ്ചാവ് കൈവശം വയ്ക്കുമ്പോൾ എത്ര എമൗണ്ട്, 1 കിലോ വരെ ഉള്ള എമൗണ്ട് കൈവശം വയ്ക്കുമ്പോഴാണ്, അതിൽ കൂടുതൽ വരുമ്പോഴാണ് കേസെല്ലാം പ്രബലമാകുന്നത്. അപ്പോൾ വളരെ ഒരു കുറഞ്ഞ കുറ്റം ചാർത്തി രക്ഷപ്പെടാം എന്നുള്ള രീതിയിൽ ഇയാൾ കഞ്ചാവാണ് കയ്യിലുണ്ടായിരുന്നതെന്ന് പറയുകയും അത് വിഴുങ്ങുകയും ചെയ്തു. അപ്പോൾ MDMA ഉള്ളതായിട്ട് അയാൾ സമ്മതിച്ചിരുന്നില്ല. അത് പരിശോധനയിലാണ് വ്യക്തമായത്. അപ്പോൾ സത്യം പറയുന്ന ഒരു ശീലം അയാൾക്ക് ഉണ്ടായിരുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പ്രത്യേകിച്ചും പോലീസ് അന്വേഷിച്ചപ്പോഴൊന്നും അയാൾ കൃത്യമായി കാര്യം പറഞ്ഞില്ല. പക്ഷേ ഈ ലഹരി വിഴുങ്ങി എന്ന് മനസ്സിലായപ്പോൾ ഇയാളുടെ ജീവൻ രക്ഷിക്കേണ്ടത് കടമയാണല്ലോ. അതുകൊണ്ട് അടിയന്തരമായി പോലീസ് വൈദ്യസഹായം ലഭ്യമാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് മറ്റു പരിശോധനകൾ, ഇയാളിൽ നിന്ന് മറ്റു വിവരങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളത് പോലീസിന്റെ പ്രഥമ പരിഗണനയിൽ ഉണ്ടായിരുന്ന കാര്യമല്ല. കാരണം ഇയാളെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള താല്പര്യം. അതുകൊണ്ടാണ് അവർ വൈദ്യപരിശോധനയും തുടർന്നുള്ള നടപടികളിലേക്കും പോയത്. ടോം, വ്യക്തമാണ്. സജീവ് സി വാര്യറാണ് വിവരങ്ങൾ നൽകിയത്. സജീവ് സൂചിപ്പിച്ചതുപോലെ ഷാനിദ് ഈ ലഹരി കേസിലെ ലഹരി മാഫിയയുടെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ് എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇയാൾക്കൊപ്പമുള്ള അല്ലെങ്കിൽ ഇയാളുടെ സംഘത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്.